ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള രഹസ്യ അറകൾ അടക്കപ്പെട്ടതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്ക ആരോപിച്ചു. ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില രഹസ്യാന്വേഷണ ഏജൻസികൾ അമേരിക്കയിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാൻ്റെ ഏറ്റവും വലിയ ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള രഹസ്യ അറകൾ സിമന്റ് പാളികൾ കൊണ്ടോ മണ്ണ് കൊണ്ടോ അടക്കപ്പെട്ട നിലയിലാണ് എന്നാണ് ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഇതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുക എന്നുള്ളതും ഈ മേഖലയിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതും ഒരു ഭയപ്പാടായിരിക്കുന്ന കാര്യമായിട്ട് വിലയിരുത്തുന്നു. രണ്ട് രീതിയിൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനം പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഒന്ന്, ഈ മേഖലയിൽ നിന്ന് ആണവായുധങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാമഗ്രികളോ സംവിധാനങ്ങളോ ഇറാൻ കടത്തിയിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത്, ഏതെങ്കിലും തരത്തിൽ ഒരു അന്വേഷണ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഈ മേഖലയിലേക്ക് സ്വതന്ത്രമായ രീതിയിൽ സൈനികരെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ അയക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കാര്യം, ഏതെങ്കിലും തലത്തിൽ രഹസ്യമായിരിക്കുന്ന മറ്റ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തം വലിയ രീതിയിലായിരിക്കും എന്നതിനാൽ ഈ കാര്യത്തിലും വലിയ രീതിയിലുള്ള പ്രയാസമുണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ മറ്റൊരു വേർഷൻ പറയുന്നത്, മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു, എന്താണെങ്കിലും ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു സ്ഥിതിയാണ്. അതല്ലെങ്കിൽ ആണവ മേഖലയുമായി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര രഹസ്യമായിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങളൊന്നും ഇറാൻ നടത്താൻ സാധ്യതയില്ല എന്നുകൂടി പറഞ്ഞതോടെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്നാണ് അമേരിക്ക സന്ദർശിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഫലസ്തീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത് എന്നൊക്കെ പറയുകയാണെങ്കിലും ഇറാനെ സൈനികമായ രീതിയിൽ ഈ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആവശ്യം. അത് മിസൈൽ അടക്കമുള്ള ആയുധ നിർമ്മാണ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ആയുധ നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് അവരെ പിന്നോക്കം എത്തിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കേണ്ടി വരും. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ഇസ്രായേൽ തന്നെയാണ്. നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോലും അത് എത്താൻ സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുകയാണ്. അപ്പോൾ ഇറാനെ നിരായുധീകരിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാര്യം, അവിടെ പ്രവർത്തിക്കുന്നത് ഒരു വിമതപക്ഷമല്ല, ഒരു ഗവൺമെൻറ്റാണ്. അതിന് ഔദ്യോഗികപരമായിരിക്കുന്ന പരിവേഷമുണ്ട്, അതിന് ആയുധ സംവിധാനങ്ങളുണ്ട്, നിർമ്മാണ ഫാക്ടറികളുണ്ട്. അതും ലോകോത്തര നിലവാരമുള്ള മിസൈൽ നിർമ്മിതത്തിൻ്റെ ഹെഡായിട്ടാണ് ഇറാൻ പ്രവർത്തിക്കുന്നത്. പ്രോക്സി വിഭാഗങ്ങൾക്ക് അത്രയും ഈ സൈനികപരമായിരിക്കുന്ന ആയുധങ്ങൾ എത്തിച്ചു നൽകുന്നതും ഇറാൻ തന്നെയാണ്. അതിൻ്റെ കൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, പ്രോക്സികളെ നിയന്ത്രിക്കാൻ വേണ്ടി അത് പ്രത്യേകമായിരിക്കുന്ന ഒരു നിർദ്ദേശം ഈ കരാർ വ്യവസ്ഥയിൽ എഴുതി ചേർക്കണം എന്നുള്ളതാണ്. അത് അമേരിക്കയോടായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഇറാനുമായിട്ട് കരാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം പ്രോക്സി വിഭാഗത്തെക്കുറിച്ച് പരാമർശിക്കാം എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തൊക്കെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തങ്ങൾ അത് കൃത്യതയോടുകൂടി എഴുതി തരികയും ആ എഴുതി തരുന്നതിനനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ പ്രവൃത്തി ചെയ്യാൻ സാധിക്കൂ, അല്ലെങ്കിൽ അതിൽ ഊന്നിയിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് മാത്രമേ തങ്ങൾ ഉണ്ടാവൂ എന്ന് ഈ ഇറാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കയും കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യ അവസ്ഥകൾ വിലയിരുത്തുന്ന സമയത്ത് പരമാവധി ഇസ്രായേലിൻ്റെ രഹസ്യ കാര്യങ്ങളെല്ലാം ഇറാൻ്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടെല്ലാം തങ്ങൾ ആക്രമണം നടത്തും. തങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ആക്രമണം നടത്തുകയോ അതെങ്കിൽ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നൊരു കരാർ വ്യവസ്ഥ പ്രകാരം അത് നിർത്തിവെക്കുമെന്നോ പറയുകയില്ല. പറയാൻ വേണ്ടി സാധിക്കാത്ത വിധമായിരിക്കും സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവുക എന്നുകൂടി അവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് സമ്പുഷ്ട യുറേനിയം എന്ന് പറയുന്നത് 60 മുതൽ 90% വരെ
ഏറെക്കുറെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. 60% അവരുടെ കൈവശത്തിലുണ്ട്. അത്രയും ഉള്ളവർക്ക് 90% ആക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിരിക്കുന്ന കാര്യമാണ്. ആ 90% ഏറെക്കുറെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം ആണവായുധമുള്ള രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. അത് യഥാർത്ഥത്തിൽ ആയിട്ടുണ്ട് എന്നുകൂടി പറയുന്നു. മാത്രവുമല്ല, ഈ ആറ്റോമിക് എനർജി IAEAയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന സമയത്ത് അവർ പ്രധാനമായ രീതിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഇല്ല എന്ന് നമ്മൾക്ക് പറയാനൊന്നും സാധിക്കുകയില്ല. അവരുടെ പ്രവർത്തന രീതികളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ സാഹചര്യ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിലയിരുത്തിക്കൊണ്ട് ഇറാനെ നിയന്ത്രിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിനുള്ള മാർഗ്ഗ കാര്യങ്ങളുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന സമയത്താണ് മുൻപത്തെ പോലെയല്ല ഇപ്പോഴത്തെ സ്ഥിതിക്ക് മാറ്റങ്ങളുണ്ട്. അഥവാ ഇറാനോടൊപ്പം സഹകരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അറേബ്യൻ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഈ അറേബ്യൻ രാജ്യങ്ങളുടെ തീരുമാനം വലിയ രീതിയിൽ ആഘാതമുണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അറബ് രാജ്യങ്ങളെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിൽക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. പക്ഷേ അമേരിക്ക അതിന് സഹകരിക്കുന്നില്ല. ഈ എല്ലാ കാലത്തും ഇറാൻ ശത്രുവായിട്ട് കാണുകയും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് 1980 മുതലേ ആ പ്രവൃത്തി അമേരിക്ക ചെയ്തു വന്നിട്ടും ഇപ്പോഴും അതേ ശത്രു തന്നെ നിലനിർത്തുന്നു. എന്നാൽ സൈനികമായ രീതിയിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനല്ലാതെ ഈ സാമ്പത്തിക ഉപരോധം കൊണ്ട് ഒരു ഭീഷണി ഒഴിവാകുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇസ്രായേലിനും അമേരിക്കക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ ഒന്നുകിൽ എന്ത് ചെയ്യണം? ഇറാൻ പൂർണ്ണമായി നിരായുധീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ യുദ്ധത്തിന് നിൽക്കുന്നില്ല, ആയുധം നിർമ്മിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങൾ ചെയ്യുന്നില്ല എന്ന് യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും പറയേണ്ടതാണ്. അത് പിന്നെ ആ കാര്യത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവർ ഭക്ഷണം പോലെ രാജ്യവികസനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന ഈ ബജറ്റ് സംവിധാനത്തിൽ ഏറ്റവും ഊന്നൽ നൽകുന്നത് എല്ലാ കാലത്തും ഇറാൻ എന്ന് പറയുന്ന രാജ്യം പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയത്തിനാണ്. ഇസ്രായേലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം പ്രതിരോധവും സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ബജറ്റിൽ പണം നീക്കിവെച്ചതിന് ശേഷം മാത്രമേ വിദ്യാഭ്യാസ, സാമൂഹ്യ, റോഡ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോലും അവരെന്ത് ചെയ്യാറുള്ളൂ? പണം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ, അല്ലെങ്കിൽ അതിന് ബജറ്റിൽ പണം പ്രഖ്യാപിക്കാറുള്ളൂ. ഇത് ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എത്ര സാമ്പത്തികപരമായ എത്ര തകർച്ച ഉള്ള സമയത്തും പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ ഊന്നൽ നൽകുന്ന ഒരു രാജ്യത്തെ വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഗസയിൽ നടക്കുന്ന വിഷയങ്ങൾ, ഇപ്പോഴും വെടിവെപ്പ് നടക്കുന്നു, പലസ്തീനുകൾ കൊല്ലപ്പെടുന്നു, വലിയ ദുരിതവും വലിയ ദുരന്തങ്ങളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം ഇസ്രായേൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടും പുതിയതായിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തെ ക്രമീകരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കയും ഇതുപോലുള്ള സാഹചര്യത്തിൽ എന്താണോ ഇസ്രായേൽ പറയുന്നത്, ഇസ്രായേലിനോടൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടാണ്. മറ്റൊരർത്ഥത്തിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുക എന്നുള്ളതാണ്. അഥവാ അമേരിക്ക സമ്മതിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കും. അതുകൊണ്ട് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ല അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, എങ്ങനെയാണെങ്കിലും ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. പക്ഷേ യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രായേൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേരും. അങ്ങനെ ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം ചെയ്യും. പിന്നീട് യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലയളവിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവിടെ സൈനികപരമായിരിക്കുന്ന ശക്തി വീണ്ടും സംഭരിക്കാൻ വേണ്ടി പറ്റും. ഇറാനും അമേരിക്കയും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുന്നൊരു സാഹചര്യം വന്നാൽ പരാജയപ്പെടുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാന വിഷയമായതുകൊണ്ട് വിജയിക്കാൻ ആസ്പദമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളെല്ലാം അവരൊരുക്കി കൂട്ടും. അതിൽ വിഷയങ്ങളൊന്നുമില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്ര യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിലോ അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാലത്ത് എല്ലാ കാലത്തും ഇവർ വലിയ ഭീഷണിയായിട്ട് വരും, അഥവാ ഇറാൻ. അപ്പോൾ ഇറാൻ ഒതുക്കാൻ വേണ്ടി ഇതല്ലാത്ത മറ്റു പോംവഴികളൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അമേരിക്ക യുദ്ധത്തിനൊന്നും വരണ്ട, പകരം എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി അനുവാദം നൽകണം എന്ന് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.